യൂണിറ്റ് നമ്പർ 2 ഓർഗനൈസേഷൻ തിയറി. ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഒന്ന് ഓർഗനൈസേഷൻ എന്താണ്, ഓൾറെഡി പറഞ്ഞാണ്. ഓർഗനൈസേഷൻ ഈസ് എ എക്കണോമിക് ആൻഡ് സോഷ്യൽ എൻറ്റിറ്റി ഇൻ വിച്ച് എ നമ്പർ ഓഫ് പേഴ്സൺസ് പെർഫോംസ് എ ടാസ്ക് ടു അച്ചീവ് എ കോമൺ ഗോൾ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു കോമൺ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിനാണ് ഓർഗനൈസേഷൻ. അപ്പോൾ ആ ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ ക്ലിയർ ആയിട്ട്, ആക്ടിവിറ്റീസ് ക്ലിയർ ആയിട്ട് മുൻകൂട്ടി തന്നെ ഡിഫൈൻ ചെയ്തിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷന്റെ എഫക്റ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷനും ഈ ചാപ്റ്ററിൽ നമ്മുടെ ഡിസ്കഷൻ പോയിന്റ് ഭാഗമായിട്ട് വരുന്നുണ്ട്. ദ ഓർഗനൈസേഷൻ തിയറി എക്സ്പ്ലെയിൻസ് ദ സ്ട്രക്ചർ ആൻഡ് ഡിസൈൻ ഓഫ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ തിയറിയിലൂടെയാണ് നമുക്ക് ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറും അതിന്റെ ഡിസൈനും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ്, ഡയഗ്നോസ് ആൻഡ് റെസ്പോണ്ട് ടു ദ ഓർഗനൈസേഷൻ നീഡ്സ് ആൻഡ് പ്രോബ്ലംസ്. ഓർഗനൈസേഷന് ഉണ്ടാകുന്ന ആവശ്യകത, അവരുടെ പ്രോബ്ലംസ് ഒക്കെ മനസ്സിലാക്കാനും അതിനെ പരിഹരിക്കാനും നമുക്ക് ഓർഗനൈസേഷൻ തിയറി പഠിക്കുന്നത് കൊണ്ട് സാധിക്കുന്നതാണ്. അതായത് ഓർഗനൈസേഷൻ തിയറിയിൽ ഫസ്റ്റ് ആണ് ക്ലാസിക്കൽ തിയറി ഓഫ് ഓർഗനൈസേഷൻ. അത് 3 സ്ട്രീംസ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്ത് തന്നിട്ടുള്ളത്. ഒന്ന് ബ്യൂറോക്രസി, 2 അഡ്മിനിസ്ട്രേറ്റീവ് തിയറി, 3 സയന്റിഫിക് മാനേജ്മെന്റ് തിയറി. ക്ലാസിക്കൽ തിയറി ഓൾഡ് തിയറിയാണ്. ക്ലാസിക്കൽ തിയറി അത് 3 സ്ട്രീംസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്: ബ്യൂറോക്രസി, അഡ്മിനിസ്ട്രേറ്റീവ് തിയറി ആൻഡ് സയന്റിഫിക് മാനേജ്മെന്റ് തിയറി. Bureaucracy theory explains that every organization develop a system of specialization and set of systematic rules and procedures to maximize the efficiency and productivity. ബ്യൂറോക്രസി തിയറി പറഞ്ഞിരിക്കുന്നത് ഓരോ ഓർഗനൈസേഷനും അവരുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി കൂടുതൽ മാക്സിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സിസ്റ്റം ഓഫ് സ്പെഷ്യലൈസേഷൻ, അതായത് അവിടെ ഓരോ ആക്ടിവിറ്റീസും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഡിവിഷൻ ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ സെറ്റ് ഓഫ് സിസ്റ്റമാറ്റിക് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവരുടെ എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയും കൂട്ടാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് ബ്യൂറോക്രസി തിയറി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്. അതിൽ ബ്യൂറോക്രസി തിയറിയുടെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്: ഡിവിഷൻ ഓഫ് ലേബർ, സ്പെഷ്യലൈസേഷൻ, ഹൈറാർക്കി റൂൾസ്, റാഷണാലിറ്റി, ഇംപേഴ്സണാലിറ്റി, റൂൾസ് ഓറിയന്റേഷൻ ആൻഡ് ന്യൂട്രാലിറ്റി. ഇതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്. ഡിമെറിറ്റ്സ്: ഇംപേഴ്സണാലിറ്റി, ലിറ്റിൽ ഡെലിഗേഷൻ, ഗോൾ ഓർ ഡിസ്പ്ലേസ്മെന്റ്, സ്ട്രിക്റ്റ് കാറ്റഗറൈസേഷൻ, സെൽഫ് പെർപെച്വേഷൻ ആൻഡ് എംപയർ ബിൽഡിംഗ് ആൻഡ് കോസ്റ്റ് ഓഫ് കൺട്രോൾസ്. ഇതാണ് ഡിമെറിറ്റ് ആയിട്ട് ബ്യൂറോക്രസി തിയറി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബ്യൂറോക്രസി തിയറി പറഞ്ഞിരിക്കുന്നത് ഓർഗനൈസേഷനിൽ സിസ്റ്റം ഓഫ് സ്പെഷ്യലൈസേഷനും സെറ്റ് ഓഫ് സിസ്റ്റമാറ്റിക് റൂൾസും പ്രൊസീജിയേഴ്സും ഉണ്ടാകണം, എങ്കിലേ ആ ഓർഗനൈസേഷന് എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയും മാക്സിമൈസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. രണ്ടാമത് പറയാൻ പോകുന്ന തിയറിയാണ് അഡ്മിനിസ്ട്രേറ്റീവ് തിയറി. Administrative theory divides the activities of an industrial organization into 6 groups. അഡ്മിനിസ്ട്രേറ്റീവ് തിയറി പറഞ്ഞിരിക്കുന്നത് ഓർഗനൈസേഷനിൽ, ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷന്റെ ആക്ടിവിറ്റീസിനെ 6 ഗ്രൂപ്പായിട്ട് തിരിക്കണം. ടെക്നിക്കല്, കൊമേഴ്ഷ്യല്, ഫിനാൻഷ്യല്, സെക്യൂരിറ്റി, അക്കൗണ്ടിങ് ആൻഡ് മാനേജർ എന്ന് പറയുന്ന 6 ഗ്രൂപ്പായിട്ട് തിരിക്കണം. This theory stressed that the managing is a process and can be dissected intellectually by analyzing the functions of manager. ഈ തിയറി മുന്നോട്ട് വയ്ക്കുന്നത് പ്രധാനമായിട്ടും മാനേജിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ മാനേജറുടെ ഫങ്ഷൻസിനെ മനസ്സിലാക്കി അതിനെ കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നതിലൂടെ മാത്രമേ ഓർഗനൈസേഷന് എഫിഷ്യൻസി അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് ഈ തിയറി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആശയം. ആ തിയറി 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഓൾറെഡി പഠിച്ചിട്ടുള്ള 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് തന്നെയാണ് ഈ തിയറി മുന്നോട്ട് വയ്ക്കുന്നത്. ഇറ്റ് ഹാസ് ബീൻ ക്രിട്ടിസൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഹാവിംഗ് ക്ലോസ് സിസ്റ്റം അണ്ടർ എസ്റ്റിമേറ്റിംഗ് ദ ഹ്യൂമൻ എഫേർട്സ്. ഈ തിയറിയിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ക്രിറ്റിസിസം എന്ന് പറയുന്നത്, ഒന്ന്, ക്ലോസ്ഡ് സിസ്റ്റം ആയിട്ടാണ് ഓർഗനൈസേഷനെ കാണുന്നത് എന്നുള്ളതും ഹ്യൂമൻ ഫാക്ടേഴ്സിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു എന്നുള്ളതും ഈ തിയറിയുടെ പോരായ്മയാണ്. അടുത്ത മൂന്നാമത്തെ തിയറിയാണ് സയന്റിഫിക് മാനേജ്മെന്റ് തിയറി. Scientific management theory helps in determining scientifically the best method for performing any task and for selecting, training and motivating workers. സയന്റിഫിക് മാനേജ്മെന്റ് തിയറി പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് സയന്റിഫിക് ആയിട്ട് എങ്ങനെയാണ് ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാൻ, ട്രെയിൻ ചെയ്യാൻ, മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് സയന്റിഫിക് മാനേജ്മെന്റ് തിയറി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ തിയറിയിൽ കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സെലക്ഷൻ ഓഫ് പേഴ്സണൽ, ഇൻസെന്റീവ്സ് ആൻഡ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഒരു ഓർഗനൈസേഷനിലുള്ള വ്യക്തികളെ സെലക്ട് ചെയ്യുന്നതിൽ, അവർക്ക് ഇൻസെന്റീവ് കൊടുക്കുന്നതിൽ, അവരുടെ ഫങ്ഷൻ, അവരുടെ
അവർക്ക് കൊടുക്കുന്ന ഫംഗ്ഷൻ എങ്ങനെയാണ് തിരിച്ചു കൊടുക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇറ്റ് സ്ട്രെസ്സസ് ഓൺ ദ ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ബട്ട് ഇഗ്നോർസ് ദ ഹ്യൂമൻ റിലേഷൻസ്. ഈ തിയറിയും സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയും പ്രൊഡക്ടിവിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഹ്യൂമൻ റിലേഷൻസിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓർഗനൈസേഷൻ തിയറിയിൽ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ്. ആദ്യം പറഞ്ഞു ക്ലാസിക്കൽ, രണ്ടാമതാണ് നിയോ ക്ലാസിക്കൽ തിയറി. നിയോ ക്ലാസിക്കൽ തിയറിയിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, എംഫസിസ് കൊടുക്കുന്ന സോഷ്യൽ ഫാക്ടേഴ്സും ഇമോഷൻസും ആണ്. വർക്ക് പ്ലേസിലുള്ള ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ഇമോഷൻസിനും സോഷ്യൽ ഫാക്ടേഴ്സിനുമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതെന്ന് പറയുന്നത് ഈ തിയറി മുന്നോട്ട് വയ്ക്കുന്ന പാർട്ടിസിപ്പേറ്റീവ് അപ്രോച്ച് ആണ്. പാർട്ടിസിപ്പേറ്റീവ് അപ്രോച്ച്, ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആർ ദ കോർണർ സ്റ്റോൺസ് ഓഫ് എഫിഷ്യന്റ് മാനേജ്മെന്റ്. ഒരു സ്ഥാപനത്തിന് എഫിഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പാർട്ടിസിപ്പേറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ പാർട്ടിസിപ്പേറ്റീവ് അപ്രോച്ച് ഉണ്ടാകണം. ഹ്യൂമൻ ഡിഗ്നിറ്റി, ഓരോ വ്യക്തികളെയും തുല്യമായിട്ട് പരിഗണിക്കണം. അതോടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസും കറക്റ്റ് ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ഇംപ്രൂവ്മെന്റ് ഓവർ ദ ക്ലാസിക്കൽ തിയറി തിയറി ഡ്യൂ ടു ഇസ് ഫോക്കസ് ഓൺ ദ ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഈ നിയോ ക്ലാസിക്കൽ തിയറിനെ നമ്മൾ ക്ലാസിക്കൽ തിയറിയുടെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടാണ്ട് ഹ്യൂമൻ റിലേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും കൂടെ ഈ തിയറിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇറ്റ് ക്രിട്ടിസൈസ്ഡ് ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് സ്ട്രെസ് ടു മച്ച് ഓൺ ദ പീപ്പിൾ. ഈ തിയറിയിലെ പ്രധാനപ്പെട്ട പോരായ്മ എന്ന് പറയുന്നത് ഈ തിയറി കൂടുതലായിട്ടും വ്യക്തികൾക്കാണ്, സ്ഥാപനത്തിലെ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോരായ്മയായിട്ട് പറഞ്ഞിരിക്കുന്നത്. Modern theory of organization considers the dynamic conditions at the micro and macro levels. Modern theory of organizations മൈക്രോ ആൻഡ് മാക്രോ ലെവൽസിലുള്ള പലതരത്തിലുള്ള കണ്ടീഷൻസ് ഫാക്ടേഴ്സിനാണ് കൺസിഡർ ചെയ്യുന്ന ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദ സിസ്റ്റം തിയറി എംഫസിസ്ഡ് ഓൺ ദ ഇന്ററാക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷൻ യൂണിറ്റ്സ് ത്രൂ ദ സിസ്റ്റം അപ്രോച്ച്. സിസ്റ്റം തിയറിയിൽ എംഫസിസ് കൊടുക്കുന്നത് ഓർഗനൈസേഷന്റെ ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷൻ യൂണിറ്റ്സിലെ സിസ്റ്റം അപ്രോച്ചിലൂടെ ആണ് എംഫസിസ് കൊടുക്കുന്നത്. സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ടേംസ് ഓഫ് ഇൻപുട്ട് പ്ലസ് ഔട്ട്പുട്ട്. എന്താണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്, ആ ഇൻപുട്ടിനനുസരിച്ച് ആണ് ഔട്ട്പുട്ട് ഉണ്ടാകുന്നത്. അപ്പൊ ഇൻപുട്ട്, പ്രോസസ്സ്, ഔട്ട്പുട്ട്, ഫീഡ്ബാക്ക് എന്ന് പറയുന്ന സിസ്റ്റത്തിലൂടെയാണ് സിസ്റ്റം തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. The contingency theory explains that the management action is contingent in certain action outside to the system or subsystems. കണ്ടിജൻസി തിയറി പറഞ്ഞിരിക്കുന്നത് ഒരു സിറ്റുവേഷനിൽ, ഒരു കണ്ടിജൻസി സിറ്റുവേഷൻസിൽ മാനേജ്മെന്റ് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതിനനുസരിച്ചാണ് ഓർഗനൈസേഷന്റെ സ്ഥാപനത്തിന്റെ പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി കൂടുന്നത്. ദ ബിഹേവിയർ ഷുഡ് ബി ഇന്റഗ്രേറ്റഡ് വിത്ത് എൻവയോൺമെന്റ്. അതായത് നിലവിലെ സാഹചര്യം എന്താണോ അതിനനുസരിച്ച് കൊണ്ടാണ് ഓർഗനൈസേഷൻസ് റെസ്പോണ്ട് ചെയ്യേണ്ടത്. അപ്പൊ ഈ തിയറീസ് മനസ്സിലാക്കുന്നത് വഴി നിലവിലുള്ള ഓർഗനൈസേഷൻ തിയറിയും ഓർഗനൈസേഷന് നിലവിൽ ഫേസ് ചെയ്യുന്ന പലതരത്തിലുള്ള ഇഷ്യൂസും നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്.